അല്ല, ശരിക്കും നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ഇൻസൾട്ട് ചെയ്യപ്പെടുന്നത് എവിടെയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലർക്കും അത് അറിയില്ല ഒരു ഇൻസൾട്ട് ആണ് എന്നുള്ളത്. അതായത് നമ്മളെ ഒരുപാട് ഇഷ്ടമുള്ളവർ പോലും മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് നമ്മളൊന്ന് താഴ്ത്തി സംസാരിക്കും. നമ്മുടെ വിൽ പവർ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ കഴിവ് എന്താണ്, നമ്മളുടെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ്, നെഗറ്റീവ് പോസിറ്റീവ് എല്ലാം അറിയുന്ന ഒരാളായിരിക്കും. പക്ഷേ കൂട്ടത്തിനിടയിൽ നിൽക്കുമ്പോൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരാളാണ്, ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരാളാണ് ഏറ്റവും സ്നേഹമുള്ള ആൾ എന്ന രീതിയിൽ നമ്മളോട് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അവിടെ നിങ്ങളുടെ ഭാഗമെന്ന് പറയുന്നത് ഏറ്റവും സങ്കടമാണ്, പത്തറ്റിക്കാണ്. അത് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രോപ്പറായിട്ടുള്ളൊരു ലവ് ഒന്നും ആയിരിക്കത്തില്ല. അതെപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിലാവട്ടെ, റിലേഷൻഷിപ്പ് ആവട്ടെ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവട്ടെ, അപ്പൻ അമ്മ മക്കൾ ആരും ആവട്ടെ, നിങ്ങൾ മറ്റൊരാളുടെ സാമീപ്യത്തിൽ ആ സമയത്ത് നിങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് അയാൾ സംസാരിക്കുന്നത്, പിന്നിൽ സംസാരിക്കുന്നത് വേറൊരു കാര്യമാണ്. നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ആബ്സെൻസിൽ ഓർ പ്രസന്റിൽ നമ്മളെക്കുറിച്ച് ഏത് രീതിയിൽ സംസാരിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും യഥാർത്ഥ സ്നേഹം മനസ്സിലാക്കുന്നത്. സോ ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന ഇടങ്ങളിൽ നിന്ന് മാറാൻ ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം അവിടെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്നേഹിക്കാനുള്ളൊരു അവസരം കൂടി നഷ്ടപ്പെടുത്തുകയാണ് എന്ന് മറക്കാതിരിക്കുക. സോ ഓർക്കുക, ഏറ്റവും നന്നായിട്ട്, ഏറ്റവും മനോഹരമായിട്ട് നിങ്ങളെ നോക്കുന്ന, നിങ്ങളെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ്, എവിടങ്ങളിലാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു വാല്യൂ കിട്ടുന്നത്, എവിടെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത്. അത്തരം ഇടങ്ങളിൽ നിന്ന് മാറാനും നല്ല ഇടങ്ങളിൽ അതുപോലെ സ്റ്റേ ബാക്ക് ചെയ്യാനും സാധിക്കട്ടെ. സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഖുഷ്. ഓൾവേസ് കീപ് സ്മൈലിംഗ്.